ഏറ്റവും പുതിയതായി വരുന്ന വാർത്ത പാലസ്തീൻ അനുകൂലികളെ സന്തോഷിപ്പിക്കുന്നതാണ്. കാരണം പാലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കണമെന്ന് ബ്രിട്ടനിലെ 200-ലധികം എംപിമാർ പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഫ്രാൻസ് വരുന്ന സെപ്റ്റംബറിൽ പാലസ്തീനെ അംഗീകരിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ ഗാസയിലെ മാനുഷിക പ്രതിസന്ധി രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിൽ ബ്രിട്ടനും അമേരിക്കയുടെ നിലപാടിനെതിരെ നീങ്ങുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. പാലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. 2 ദിവസം മുമ്പാണ് ബ്രിട്ടനിലെ 9 രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ള 221 എംപിമാർ പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറോട് ഒരു കത്തിലൂടെ ഈ ആവശ്യം ഉന്നയിച്ചത്. ഈ കത്തിൽ ബ്രിട്ടന്റെ ചരിത്രപരമായ ഉത്തരവാദിത്തവും 1917 ബാൽഫോർ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലവും UN സെക്യൂരിറ്റി കൗൺസിലിലെ അംഗത്വവും ചൂണ്ടിക്കാട്ടി പാലസ്തീന് അംഗീകാരം കൊടുക്കണമെന്ന് എംപിമാർ ശക്തമായി വാദിച്ചു. 1980 മുതൽ ബ്രിട്ടന് 2 രാഷ്ട്രമെന്ന പരിഹാരത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. എന്നാലും ഇതുവരെ പാലസ്തീനെ ഔപചാരികമായി അംഗീകരിച്ചിരുന്നില്ല. ഗാസയിലെ മാനുഷിക പ്രതിസന്ധി ഇപ്പോൾ അതിന്റെ ഏറ്റവും ഗുരുതരമായ ഘട്ടത്തിലാണെന്നും UN റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ 2 മാസത്തിനിടെ 1000-ലധികം പാലസ്തീനികൾ ഭക്ഷണത്തിനായുള്ള സഹായം തേടുന്നതിനിടെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും പറയുന്നു. കൂടാതെ കുട്ടികളിലും ഗർഭിണികളിലും പോഷകാഹാരക്കുറവ് 3 ഇരട്ടിയായെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പാലസ്തീനെ അംഗീകരിക്കണമെന്ന ആവശ്യം കൂടുതൽ ശക്തമാവുകയാണ്. ഫ്രാൻസിന്റെ തീരുമാനം ഈ വിഷയത്തിൽ ഒരു വഴിത്തിരിവായി മാറിയിരിക്കുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വരുന്ന സെപ്റ്റംബറിൽ UN ജനറൽ അസംബ്ലിയിൽ പാലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഒരു G7 രാഷ്ട്രമെന്ന നിലയിൽ ഫ്രാൻസിന്റെ ഈ നീക്കം യൂറോപ്പിലെ ഏറ്റവും ശക്തമായ പാലസ്തീൻ അംഗീകാരമായി കണക്കാക്കപ്പെടുന്നു. ഈ പ്രഖ്യാപനത്തിനിടെ മാക്രോൺ പറഞ്ഞത് ഈ അംഗീകാരം മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ സഹായിക്കുമെന്നാണ്. എന്നാൽ ഇസ്രായേലും അമേരിക്കയും ഈ നീക്കത്തെ ശക്തമായി എതിർത്തു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിനെ ഭീകരതയ്ക്കുള്ള പ്രോത്സാഹനം എന്നാണ് വിശേഷിപ്പിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മാക്രോണിന്റെ ഈ തീരുമാനത്തിനെ കളിയാക്കുകയാണ് ചെയ്തത്. എന്നാൽ ഫ്രാൻസിന്റെ ഈ നിലപാട് ബ്രിട്ടനുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരായ ആഞ്ചല റെയ്നർ, യെവറ്റ് കൂപ്പർ, വെസ്റ്റ് ട്രീറ്റിംഗ്, ഷബാന മഹ്മൂദ്, ഹിലരി ബെൻ തുടങ്ങിയവർ പാലസ്തീനെ അംഗീകരിക്കണമെന്ന് സ്റ്റാർമറോട് നേരിട്ട് ആവശ്യപ്പെട്ടു. പാലസ്തീനെ അംഗീകരിക്കുന്നത് ഒരു ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെ ഭാഗമായിരിക്കണമെന്നും അത് സമാധാന പ്രക്രിയയ്ക്ക് ഏറ്റവും വലിയ പ്രയോജനം നൽകുന്ന ഘട്ടത്തിൽ മാത്രമേ നടപ്പാക്കൂ എന്നും കിയർ സ്റ്റാർമർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാലും പ്രഖ്യാപനത്തിന്റെ സമയത്തെക്കുറിച്ച് വ്യക്തത നൽകാൻ അദ്ദേഹം തയ്യാറായില്ല. ഗാസയിലെ ദുരന്തം അവസാനിപ്പിക്കാനും ഭക്ഷണവും മെഡിക്കൽ സഹായം എത്തിക്കാനും ബ്രിട്ടൻ ജോർദാനുമായി ചേർന്ന് എയർ ഡ്രോപ്പ് സഹായങ്ങൾ നടത്തുമെന്ന് സ്റ്റാർമർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി പാലസ്തീൻ അംഗീകാരത്തിൽ അമേരിക്കയുമായി ഉരസേണ്ടി വരുമെന്ന കാര്യവും പരിഗണിച്ചായിരിക്കും തുടർന്നുള്ള നടപടികൾ. അതേസമയം അമേരിക്കയുടെ എതിർപ്പ് ഈ വിഷയത്തിൽ വലിയൊരു തടസ്സമാണ്. ട്രംപിന്റെ ഭരണകൂടം പാലസ്തീൻ അംഗീകാരം ഇസ്രായേലിനെതിരെയുള്ള നീക്കമായി കാണുന്നു. ബ്രിട്ടൻ ഫ്രാൻസിനെ പിന്തുണയ്ക്കുന്നതിനോടൊപ്പം അമേരിക്കയുമായുള്ള ബന്ധം നിലനിർത്താൻ ശ്രമിക്കുന്നതിനാൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഒരു പ്രതിസന്ധിയിൽ പെട്ടിരിക്കുകയാണ്. അതേസമയം പാലസ്തീന് നൽകുന്ന ഏതൊരു സഹായവും തട്ടിയെടുക്കുന്നത് ഹമാസാണെന്നാണ് ഇസ്രായേൽ വാദിക്കുന്നത്. ഇപ്പോൾ തന്നെ 145 രാഷ്ട്രങ്ങൾ പാലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ ബ്രിട്ടനും അമേരിക്കയും ഇപ്പോഴും പിന്നോട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ബ്രിട്ടൻ ഫ്രാൻസിന് പിന്തുണ നൽകുമോ, അമേരിക്കയുടെ എതിർപ്പിനെ മറികടക്കാൻ അവർക്ക് കഴിയുമോ എന്നെല്ലാം ഇനി കാത്തിരുന്ന് കാണാം. ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കൂ.